അപ്പോൾ ഇതാ നമ്മുടെ കൃഷിയുടെ അവാർഡ് വാങ്ങാനുള്ള ആ ഒരു യാത്രയാണ് കാണുന്നത്. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എക്സാം ആയിരുന്നു. അപ്പോൾ അമ്മയുണ്ട് ഉടനാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ എത്തി അവാർഡ് കൊടുക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അടുത്തത് ജോലി ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു ഗുണമാണ് ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് കൃഷിയിലേക്ക് വരുന്നത്. ഇപ്പൊ 12 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എന്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നത്. നെല്ലാണ് കൂടുതൽ ചെയ്യുന്നത്. 13 ഏക്കറിൽ നെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഇപ്പൊ ഞാൻ ഓൾറെഡി പണ്ട് തൊട്ടേ അധികം സാധനങ്ങളൊന്നും വാങ്ങില്ല. ഉള്ളി അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിക്കുള്ളൂ, ബാക്കിയൊന്നും വാങ്ങിക്കില്ല. വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ പയറ് വെണ്ടക്കായൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് ദേഷ്യം, അവർക്ക് പയറ് കടല അങ്ങനത്തെയൊക്കെ വേണം. അങ്ങനത്തെ ഇട്ടിട്ട് നമ്മളുടെ ഇവിടെ അത്ര വലിയ സക്സസ് അല്ല. അതും ചെയ്ത് നോക്കി, പക്ഷെ അതത്ര സക്സസ് അല്ല നമ്മുടെ ഇവിടെ. അപ്പോൾ കൃഷിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് ലാഭം. ഞാനും എൻ്റെ അമ്മയാണ് നടുകയെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ കൂടുതൽ നെല്ല് വിതയാണ് വരിക. അതുകൊണ്ട് പിന്നെ പാഴ് നിൽക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ വിതയ്ക്കുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് നന്നായിട്ട് വിതയ്ക്കാൻ അറിയാം. ഇവിടെ കൂലിക്കാരെ വളരെ കുറവേ വിളിക്കുള്ളൂ. എല്ലായിടത്തും ഒപ്പം വെള്ളം വറ്റി പോകുന്ന സാഹചര്യത്തിലും മാത്രം ബംഗാളികളെ വെച്ച് വരമ്പ് വയ്ക്കും. അല്ലാത്ത എല്ലാ പണികളും ഞാറ് ഇടുന്നത് മുതലേ വരെ കൊയ്ത്ത് പിന്നെ മിഷനാണല്ലോ ഇപ്പൊ. അതൊഴിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അമ്മയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയിൽ വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല, വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ അമ്മയുടെ ആ ഒരു ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്പീച്ച് വേറൊരു ഇതിലായിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനും ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉച്ചയായപ്പോഴത്തേനും. അപ്പം അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല തനി നാടൻ സദ്യയായിരുന്നു. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഒരു ന്യൂ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. എന്തായാലും എല്ലാ ഗേൾസിനും യൂസ്ഫുള്ളാവുന്നൊരു അടിപൊളി വീഡിയോ ആണത്. അത് ഉടനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അവാർഡ് കൊടുക്കുന്നൊരു റീക്രിയേഷനാണ് കാണുന്നത്. അപ്പോൾ ആള് റീലൊക്കെ എടുക്കുന്നത്, ഞങ്ങളെ റീലൊക്കെ കാണുന്നതായ കാരണം യോഗ പിടിച്ചിട്ട് റീലെടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലാസ്, ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണത്. അപ്പോൾ ഞാനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് പോകുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ കാണാം കേട്ടോ.